എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഖത്തറിനെ ആക്രമിക്കാത്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇസ്രയേലിന്റെ മീഡിയകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തുവിടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്ന കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും ഇപ്പോൾ ഖത്തർ തന്നെ അൽ ജസീറ ചാനൽ വിട്ട ഒരു പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് ഇറാൻ ഹാസ് ബീൻ ഹിയർ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ഇറാൻ നിലവിലുണ്ട്. നോ വൺ ഈസ് ഗോയിങ് എനിവേർ, ആരും എവിടെയും പോയിട്ടില്ല. ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, യഥാർത്ഥത്തിൽ എല്ലാം തരിപ്പണമാക്കുക, എല്ലാം നശിപ്പിക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല. ഇതിൽ വ്യക്തമായ സൂചനയുണ്ട്. ഇറാനുമായി ഒരു ഫൈറ്റിങ്ങിന് പോയി എല്ലാം നശിപ്പിക്കുക എന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ അതിന്റെ വലിയൊരു ഭാഗവും നശിച്ചിട്ടുണ്ട്. ഖത്തറിന്റെ സാമ്പത്തിക സോഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും അതിലൂടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ബേസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ മീഡിയ പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ ഖത്തറിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഖത്തർ തന്നെ പറയുന്നത് ഇറാൻ ആക്രമിച്ചതെല്ലാം അമേരിക്കയുടെയും ബ്രിട്ടനുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രമാണ്. അതേസമയത്ത് ഖത്തറിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനങ്ങൾക്കും ഒരു സാമ്പത്തിക മേഖലയിലും ഇറാൻ കൈവച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഖത്തർ പറയുന്നത് അതാണ്. രണ്ടാമത്തേത് ഖത്തർ ഇറാന് $6 ബില്യൺ, അതായത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൻ്റെതായിട്ടുള്ള $6 ബില്യൺ ഇപ്പോൾ ഇറാന് ഖത്തർ നൽകിയിരിക്കുകയാണ്. അതിന് തിരിച്ച് ഖത്തറിനെ ആക്രമിക്കുകയില്ല എന്ന ഉറപ്പും വാങ്ങിയിരിക്കുകയാണ്. അതേസമയത്ത് ഖത്തറിന്റെ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥൻ ഈ കാര്യം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെ ഇങ്ങനെ ഒരു വാർത്ത വരികയാണ്. ഇവിടെയാണ് പറയുന്നത് ഖത്തറിന് 19-ാം തീയതിക്ക് ശേഷം ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന്. വസ്തുതയാണോ എന്നറിയില്ല. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഖത്തർ കഴിഞ്ഞ 19-ാം തീയതിക്ക് ശേഷം ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത് അങ്ങനെയാണോ എന്ന് കൃത്യമായി എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. മാത്രമല്ല ഖത്തറിൽ കഴിഞ്ഞ 24-ാം തീയതിക്ക് ശേഷം അവിടെയുള്ള ഓഫീസുകളും അതുപോലെ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല മറ്റുള്ള GCC രാഷ്ട്രങ്ങളിലെല്ലാം ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ ഖത്തർ ഇപ്പോൾ പൂർണ്ണമായ സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായിരുന്നാലും GCC രാഷ്ട്രത്തിൽ ഒമാൻ അത് ഇറാൻ സപ്പോർട്ട് നൽകുന്ന നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഇറാന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്ന സമയത്ത് ഒമാൻ പറഞ്ഞത് ഇറാന്റെ പേരിൽ അനാവശ്യമായ ആക്രമണമാണ്, ഒരു നിലയിലും ന്യായീകരിക്കാൻ പറ്റാത്ത ആക്രമണമാണ് ഇസ്രയേലും അമേരിക്കയും നടത്തിയിട്ടുള്ളത്. അതാണ് മേഖലയിൽ പ്രശ്നത്തിന് കാരണമായത് എന്നാണ് ഒമാൻ പറയുന്നത്. അതേസമയത്ത് ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങൾ അങ്ങനെ കർശനമായ ഇറാനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് അമേരിക്കയുടെ മുന്നിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുന്നിൽ മാത്രമല്ല സൗദി അറേബ്യയും അതുപോലെ UAEയും മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങിയിരിക്കെ അതിനെയെല്ലാം മാറ്റിവെച്ച് ഒരു പ്രത്യേകമായ ഒരു തീരുമാനമെടുക്കാൻ ഒരുപക്ഷെ ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും സാധിക്കണമെന്നില്ല. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള നിലപാടുകൾ മുമ്പും എടുത്തിട്ടുണ്ട്. നമുക്കറിയാം GCC രാഷ്ട്രങ്ങളെല്ലാം ഖത്തറിന് ഉപരോധിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഖത്തർ ഒരിക്കലും ആർക്ക് മുന്നിലും അടിയറ വെക്കാതെ അവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോയ ചരിത്രം അവർക്കുണ്ട്. അതുകൊണ്ട് അമേരിക്ക എന്നോ അല്ലെങ്കിൽ മറ്റുള്ള GCC രാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും രാഷ്ട്രങ്ങളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു നിലപാടൊന്നും ഈ ഖത്തർ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ബുദ്ധിപരമായ ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ ഖത്തർ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തിയെന്ന് നമുക്ക് പറയാം. കാരണം ഇനി വലിയ നാശങ്ങളില്ലാതെ ഇറാനുമായും അതുപോലെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളുടെയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഈ ഇറാനുമായി ഒരു ഏറ്റുമുട്ടലിന് പോയാൽ ഖത്തറിൽ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല എന്ന് ഖത്തറിന്റെ ബുദ്ധിയുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി
ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റായി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.